പട്ടികയിലെ ക്രമക്കേടിലേക്ക് വരുമ്പോൾ ഈ ആരോപണത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം 300 എംപിമാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് വൻ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പാർലമെന്റിൽ നിന്നും 11:30 ആരംഭിക്കുന്ന മാർച്ചിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി വിശദമായ രേഖ സമർപ്പിക്കുക അല്ലെങ്കിൽ പരാതി നൽകുക എന്നൊരു നിലപാട് കൂടി സ്വീകരിക്കുകയാണ്. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? അനുശ്രീ, ഏതായാലും പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കാരണം ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട അജണ്ട അല്ലെങ്കിൽ വിഷയമായി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയായിരുന്നു. ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ 3 ആഴ്ചയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പല ദിവസവും സഭ സ്തംഭിക്കുന്നതും കണ്ടു. ഇരുസഭകളും മറ്റു നടപടികളിലേക്ക് കടക്കാതെ പിരിയുന്നതും കണ്ടു. ഏതായാലും 3 ആഴ്ച പിന്നിടുമ്പോൾ വോട്ട് ചോരി എന്ന ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് എങ്ങനെയാണ് വോട്ടർ പട്ടിക ക്രമക്കേട് ഉപയോഗിച്ച് BJP വിജയിക്കുന്നതടക്കം വിശദീകരിക്കുന്നതും കണ്ടു. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി പിന്നീട് ഹാജരാക്കിയത്. ഏതായാലും ആ വിഷയത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. ഏതായാലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, ഒപ്പം തന്നെ ഡിജിറ്റൽ രേഖകൾ, വോട്ടർ പട്ടിക ഡിജിറ്റൽ പതിപ്പ് പുറത്തുവിടണം തുടങ്ങിയ ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഏതായാലും ഉന്നയിക്കുന്നത്. 11:30 മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ് ഈ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് ഈ മാർച്ചിന് അനുമതി നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ പാർലമെന്റിൽ നിന്ന് ഈ മാർച്ച് ആരംഭിച്ച് വിജയ് ചൗക്കിൽ എത്തുമ്പോൾ തന്നെ മാർച്ച് തടയാൻ തന്നെയാണ് സാധ്യത. ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യം, മാർച്ചിന് അനുമതി ഇതുവരെ ഇന്ത്യ സഖ്യം തേടിയിട്ടില്ല എന്ന പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വിജയ് ചൗക്കിൽ ഈ മാർച്ച് തടയും. വലിയ പ്രതിഷേധം അവിടെ എംപിമാരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ കടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ആദ്യമായാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടി സഖ്യം വിടുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. തൃണമൂലും പലപ്പോഴായി അകന്നു നിൽക്കുന്ന സമീപനമൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നതാണ്. ഏതായാലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം, വോട്ട് ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങളിൽ ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഐക്യം പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി അടക്കമുള്ള കക്ഷികളും പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എല്ലാ എംപിമാരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ കമ്മീഷൻ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഏതാണ്ട് 30 എംപിമാരെങ്കിലും കൂടിക്കാഴ്ച നടത്താം എന്ന നിലപാടാണ് ഇപ്പോൾ കമ്മീഷനുള്ളത്. അത് അങ്ങനെയെങ്കിൽ ഈ മാർച്ചിന് ശേഷം എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഏതായാലും ഈ വിഷയം വലിയ തോതിൽ ആയുധമാക്കുന്നുണ്ട്. മറുവശത്ത് കമ്മീഷനും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വാർത്താ സമ്മേളനത്തിൽ, കഴിഞ്ഞ ആഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ചില പേരുകളൊക്കെ തന്നെ പരാമർശിച്ചിരുന്നു. അതിൽ ചില പേരുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കമ്മീഷൻ തെളിവ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് ആദിത്യ ശ്രീവാസ്തവ, ശകുൻ റാണി തുടങ്ങിയ പേരുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു. അതിൽ ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തതിന് എവിടെയാണ് തെളിവ് എന്നാണ് രാഹുൽ ഗാന്ധിയോട് കമ്മീഷൻ ചോദിച്ചിരിക്കുന്നത്. ഈ തെളിവ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അനുശ്രീ, ശരി. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിൽ ഇന്ന് ഇന്ത്യ സഖ്യം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. 300 എംപിമാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കായിരിക്കും പ്രതിഷേധം സംഘടിപ്പിക്കുക. 11:30 ആരംഭിക്കുന്ന മാർച്ചിന് രാഹുൽ ഗാന്ധിയായിരിക്കും നേതൃത്വം നൽകുക. രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, തൃശൂരിലെ BJP വിജയം ക്രമക്കേട് കൊണ്ട് നേടിയതാണെന്ന ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. 2019 വോട്ടർ പട്ടികയിൽ 62,318 വോട്ടിന്റെ വർധന മാത്രമാണ് തൃശൂരിലുണ്ടായത്. എന്നാൽ 2024 അത് 1,46,650 ആയി. ഇതിൽ അസ്വാഭാവികതയുണ്ട്. തൃശൂർ മണ്ഡലത്തിൽ ജനസംഖ്യയിൽ കുത്തനെ വർധന ഉണ്ടായിട്ടില്ല. എറണാകുളമോ കോഴിക്കോടോ തിരുവനന്തപുരമോ പോലെ ജോലിക്കായി കൂടുതൽ ആളുകൾ കുടിയേറുന്ന സ്ഥലവുമല്ല തൃശൂർ. വോട്ടെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒഴിഞ്ഞ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലാസം ഉപയോഗിച്ച് BJP വലിയ തോതിൽ പേരുകൾ ചേർത്ത് കൃത്രിമമായി നേടിയതാണ് വിജയം എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇത് തന്നെയാണ് ബംഗളൂരുവിൽ കണ്ടതെന്നും KPCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ആരോപിച്ചു.